ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി വളരെയധികം സേവനങ്ങൾ ചെയ്ത ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അഹ്മദ് തുടങ്ങിയ മദ്ഹബിന്റെ ഇമാമുകളെ മുജാഹിദുകൾ തള്ളിപ്പറയാനുള്ള കാരണം എന്താണ്? സാധാരണയായി പൗരോഹിത്യം പ്രചരിപ്പിക്കാറുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. മുജാഹിദുകൾ മദ്ഹബിന്റെ ഇമാമുകളെ തള്ളിപ്പറയുന്നു എന്നത് ഒരു നുണപ്രചരണം മാത്രമാണ്. ഏതെങ്കിലും ഇമാമുകളെയോ പണ്ഡിതന്മാരെയോ മുജാഹിദുകൾ തള്ളിപ്പറയുന്നില്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ നൂറ്റാണ്ടെന്ന് പരിചയപ്പെടുത്തിയ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരെ തള്ളിപ്പറയുവാനോ അവരെ ആക്ഷേപിക്കുവാനോ ആ മൻഹജ് പിന്തുടരുന്ന മുജാഹിദുകൾ ഒരിക്കലും തയ്യാറാവുകയില്ല. പിന്നീട് എന്താണ് വിഷയം? എന്താണോ, ഏത് മൻഹജായിരുന്നോ, ഏതൊരു മാർഗത്തിലൂടെയായിരുന്നോ ആ പണ്ഡിതന്മാർ സഞ്ചരിച്ചിരുന്നത്, ആ മാർഗത്തിലൂടെ നാമും സഞ്ചരിക്കണം എന്ന് മാത്രമാണ് മുജാഹിദുകൾ പറയുന്നത്. അഥവാ ഏതെങ്കിലും ഒരു പണ്ഡിതനെ നിങ്ങൾ തഖ്ലീദ് ചെയ്യുക, ഞാനിതാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് എന്നെ നിങ്ങൾ അന്ധമായി സ്വീകരിക്കുക എന്ന പ്രചാരണമായിരുന്നില്ല പണ്ഡിതന്മാർ നടത്തിയത്. മറിച്ച് തങ്ങൾ മനസ്സിലാക്കിയ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഹദീസുകളുടെ ലഭ്യതക്കനുസരിച്ച് തങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോന്നും ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം ആ കൂട്ടത്തിൽ എല്ലാവരുടേതും വ്യക്തമാകുവാൻ മാത്രം മതിയാവുന്നതാണ് എന്നതുകൊണ്ട് ആ ഭാഗം മാത്രം ഉദ്ധരിക്കട്ടെ. ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഒരു ഹദീസ് സ്വീകാര്യമായി വന്നാൽ അതാകുന്നു എന്റെ മദ്ഹബ്. ഇദാ റഅയ്തും കലാമി യുഖാലിഫുൽ ഹദീസ്, എന്റെ ഏതെങ്കിലും ഒരു അഭിപ്രായം ഹദീസിന് വിരുദ്ധമായി വരുന്നത് നിങ്ങൾ കണ്ടാൽ ഫഅമലൂ ബിൽ ഹദീസ്, നിങ്ങൾ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കുക. വളിരിബൂ ബികലാമി അൽ ഹായിദ്, എന്റെ അഭിപ്രായത്തെ നിങ്ങൾ മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുക എന്നതാണ്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ, ഇമാം ഷാഫിഈയുടെ ശിഷ്യനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇവരാരും പരസ്പരം തഖ്ലീദ് ചെയ്യുകയോ ശിഷ്യന്മാർ ഗുരുനാഥന്മാരെ തഖ്ലീദ് ചെയ്യുകയും അതുവഴി ആ മാർഗം സ്വീകരിക്കുകയുമല്ല ചെയ്തത്. മറിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതുപോലെ വഖുദിൽ അഹ്കാമ മിൻ ഹൈസു അഖദു, ഈ പൂർവിക പണ്ഡിതന്മാരൊക്കെ എവിടെ നിന്നാണോ വിധി സ്വീകരിച്ചിരിക്കുന്നത്, മിനൽ കിതാബി വസ്സുന്ന, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് അവന്റെ പ്രവാചകന്റെ ചര്യയിൽ നിന്ന് നിങ്ങൾ വിധി സ്വീകരിക്കുക, അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞത്. പിൽക്കാലത്ത് വന്ന മദ്ഹബിന്റെ പണ്ഡിതന്മാർ ആ മാർഗം പിന്തുടരുകയും സ്വീകരിക്കുകയും ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും. ശാഫിഈ മദ്ഹബിലെ സുപ്രസിദ്ധ പണ്ഡിതനായ രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശർഹ് മുസ്ലിമിൽ സ്വലാത്തുൽ വുസ്തായെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ വന്ന സ്വലാത്തുൽ വുസ്ത എന്ന ആ പദപ്രയോഗത്തെപ്പറ്റി സഹാബികൾക്കിടയിലും പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർക്കിടയിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ശാഫിഈ മദ്ഹബിലെ അഖ്ലൽ ഖുലാത്ത് എന്നറിയപ്പെടുന്ന ഇമാം മാവർദിയുടെ ഒരു ഉദ്ധരണി അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇമാം മാവർദി പറയുന്നു, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഖണ്ഡിതമായി പറയുന്നു, സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ സുബ്ഹ് നമസ്കാരമാണ്. എന്നാൽ ശാഫിഈ മദ്ഹബിൽ സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ അസ്ർ നമസ്കാരമാണ്. കാരണം ആ വിഷയത്തിലാണ് സ്വഹീഹായ ഹദീസുകൾ വന്നിട്ടുള്ളത്. വമദ്ഹബുഹു ഇത്തിബാഉൽ ഹദീസ്, ഇമാം ഷാഫിഈയുടെ മദ്ഹബ് ഷാഫിഈ എന്താണോ പറഞ്ഞത് അത് സ്വീകരിക്കലല്ല, മറിച്ച് ഇത്തിബാഉൽ ഹദീസാണ്. ഈ ഇത്തിബാ ആണ് യഥാർത്ഥത്തിൽ പൂർവികന്മാരുടെ മാർഗം. അതാണ് പണ്ഡിതന്മാർ ഈ സമൂഹത്തോട് പ്രചരിപ്പിച്ചതും. എന്തുകൊണ്ട് ഇമാം ഷാഫിഈ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു? കാരണവും അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. സാധാരണയായി മദ്ഹബിന്റെ ഇമാമുകൾക്ക് ഹദീസുകൾ ലഭ്യമായിട്ടില്ല എന്ന് ആരെങ്കിലും പറയുമ്പോൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ ലഭിച്ച പണ്ഡിതന്മാരില്ലേ അവർ, അവർക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഹദീസുകൾ പിൽക്കാലത്ത് വന്ന ആളുകൾക്ക് ലഭിക്കുമോ എന്നൊക്കെയുള്ള സംശയത്തിന് ഇമാം മാവർദി മറുപടി പറയുന്നു. എന്തുകൊണ്ടാണ് ഇമാം ഷാഫിഈ അത്തരമൊരു അഭിപ്രായം പറഞ്ഞതെന്നറിയുമോ? അദ്ദേഹത്തിന് സ്വഹീഹായ ഹദീസ് കിട്ടിയിരിക്കില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ ഹദീസ്, സ്വഹീഹായി ലഭിച്ച ഹദീസ് അസ്ർ
നമസ്കാരത്തിനാണ് എന്നതിനാൽ അതാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതാണ് ഇമാം ശാഫഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിൽ പിന്നീട് വന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ അഭിപ്രായം തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും അഭിപ്രായം. ഏത് ഇമാമായാലും ഏത് പണ്ഡിതനായാലും അവരെത്ര പൂർവികന്മാരായാലും എത്ര ആധുനികന്മാരായാലും ആരാണോ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് അത് സ്വീകരിക്കുക. അതിനപ്പുറത്തേക്ക് ആര് തന്നെ പോയാലും സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. അതോടൊപ്പം തന്നെ അവരുടെ കാര്യമെന്ത് എന്ന് ആലോചിക്കേണ്ട ബാധ്യതയും നമുക്കില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ നിന്ന് പ്രവാചകന്റെ ചര്യയിൽ നിന്ന് മനസ്സിലായത് സ്വീകരിക്കുക എന്നതാണ് ബാധ്യത. അതുകൊണ്ട് തന്നെ മദ്ഹബിനെ തള്ളുകയല്ല, മറിച്ച് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ കുറിച്ച് പറയാറുണ്ടല്ലോ, അദ്ദേഹം രണ്ട് മദ്ഹബും സ്വീകരിച്ചിരുന്നു. അശ്ശാഫിഇയ്യ വസിർതൽ ഹംബലിയ്യ ബിലാ ഹജ്രിൽ തഹ്താത ബിൽ ഖൈറൈനി മുഅ്തദില. അങ്ങ് ശാഫിഈ മദ്ഹബും സ്വീകരിച്ചു, ഹംബലി മദ്ഹബും സ്വീകരിച്ചു, രണ്ടിലെയും നന്മകൾ കൂട്ടിക്കലർത്തുവാൻ വേണ്ടി എന്ന് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ കുറിച്ച് പറഞ്ഞതുപോലെ എല്ലാ മദ്ഹബിലെയും നന്മകൾ കൂട്ടിക്കലർത്തുവാൻ വേണ്ടി ആ ഖുർആനിനോടും ഹദീസിനോടും യോജിച്ചു വന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു മദ്ഹബിനെ സ്വീകരിക്കാത്തത് കൊണ്ട് ഇമാമുകളെ തള്ളുന്നു എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എത്തിപ്പെടുക ഏതെങ്കിലും ഒരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളുക എന്നതിലേക്കായിരിക്കും. ഇമാമിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നതിനേക്കാൾ അപകടകരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളുന്നത് എന്ന് നേരത്തെയൊക്കെ നാം മനസ്സിലാക്കിയല്ലോ. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. അടുത്ത ചോദ്യം, മൗലിദ് ദിക്ർ ഹൽഖ ഖത്തം ദുആ പോലെ നിങ്ങൾ ബിദ്അത്തായി പറയുന്ന പലതും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ദിക്ർ ദുആ പാവങ്ങൾക്കുള്ള അന്നദാനം സ്വലാത്ത് പോലുള്ള നല്ല കാര്യങ്ങളാണ്. എന്നിട്ടും എന്തിനാണ് മുജാഹിദുകൾ അവ എതിർക്കുന്നത്? അസ്സലാമു അലൈക്കും. ബിദ്അത്ത് സുന്നത്ത് എന്ന ഈ വിഷയം ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ വളരെ ശക്തിയായി പ്രചരിപ്പിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളിലൊന്നാണ്. ബിദ്അത്ത് അഥവാ അനാചാരം അല്ലെങ്കിൽ പുതുനിർമ്മിതി എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ സ്വഹാബത്തിനും ശേഷം പുണ്യം കിട്ടാനെന്ന വ്യാജേന ദീനിൽ കടത്തിക്കൂട്ടപ്പെടുന്ന വിശ്വാസ ആചാരങ്ങൾക്ക് പറയുന്ന പേരാണ്. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളതുപോലെ മോഷണം, പിടിച്ചുപറി, വ്യഭിചാരം പോലെയുള്ള എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾക്കല്ല ബിദ്അത്ത് എന്ന് പറയുന്നത്. അത് ദിക്റായിരിക്കും, ദുആയിരിക്കും, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലായിരിക്കും, സലാത്തിയല്ലായിരിക്കും. പക്ഷെ നബി പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, ഇസ്ലാമിൽ അതിന് അഡ്രസ് ഉണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ വാക്കോ അവിടുത്തെ പ്രവൃത്തിയോ അവിടുത്തെ മൗനാനുവാദമോ ഒന്നുമില്ലാത്തതും പിൽക്കാലത്തെ ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ടതുമായ കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച മൗലിദ്, അള്ളാഹുവിന്റെ റസൂല് നബിയായതിനു ശേഷം 22 റബീഉൽ അവ്വൽ ജീവിച്ചു. ഒരു റബീഉൽ അവ്വലിലെങ്കിലും അര സലാത്ത് അധികം ചെല്ലുകയോ അതിന് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തില്ല. ഒരു ദീനാറെങ്കിലും അധികം ധർമ്മം ചെയ്തില്ല. ഒരു പ്രത്യേക മദ്ഹ് പറച്ചിൽ സംഘടിപ്പിച്ചില്ല. അപ്പൊ അത് മദ്ഹല്ലേ, ഇത് ദിക്റിയല്ലേ, അത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലല്ലേ, ഇത് സലാത്തല്ലേ എന്നൊക്കെ ചോദിച്ചു ഓരോന്നും പ്രത്യേകം എടുത്ത് ഓരോന്നിനും പ്രത്യേകം തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ഒരു പ്രത്യേക സമയമോ പ്രത്യേക എണ്ണമോ ഒന്നും നിശ്ചയിക്കാതെ നിരുപാധികം പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മുടെ വകയായി പ്രത്യേകം എണ്ണവും അതുപോലെ തന്നെ മറ്റുമൊക്കെ നിശ്ചയിച്ചാൽ, പ്രത്യേക സന്ദർഭങ്ങൾ നിശ്ചയിച്ചാൽ അതിന് പറയുന്ന പേരാണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. അപ്പൊ മൗലിദിനെ നമ്മൾ എതിർക്കുന്നു. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചെന്നില്ല, സ്വഹാബത്ത് കാണിച്ചെന്നില്ല. ഖത്തം ദുആ എന്ന പേരിൽ നമ്മുടെ തെക്കൻ കേരളത്തിൽ വിശേഷിച്ചും മരിച്ചവരുടെ പേരിൽ ഖുർആൻ പാരായണം ചെയ്തിട്ട് അതിന്റെ കൂലി അവർക്ക് പാർസൽ അയക്കുന്ന സമ്പ്രദായം റസൂല് പഠിപ്പിച്ചിട്ടേ ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിനെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹിന്റെ വീട്ടിൽ 3 വ്യക്തികൾ വന്ന സംഭവം ബുഖാരി, മുസ്ലിം പോലുള്ള കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. റസൂലുള്ളാഹിന്റെ പത്നിമാരോട് റസൂലുള്ളാഹിന്റെ ജീവിത ശൈലിയെ കുറിച്ച് ചോദിച്ചു. അവിടുത്തെ നമസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോ കഅന്നഹും തഖാല്ലൂഹ, അവർക്കത് ചെറുതായി തോന്നി. ഓ, ഇത്രയുള്ളോ? പിന്നെ അവർ സമാധാനിച്ചു, നബിയല്ലേ, അത്രയൊക്കെ മതിയാവും, നമുക്ക് അത്ര പോരാ.
എന്നിട്ട് അവർ തീരുമാനമെടുത്തു. ഒരാൾ പറഞ്ഞു ഞാൻ ഇനി ഉറങ്ങുകയല്ല, നേരം വരെ എല്ലാ ദിവസവും നിസ്കരിക്കും. വേറൊരാൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഭാര്യ കുട്ടി എന്നൊക്കെ ആയാൽ തഖ്വക്ക് തടസ്സമാകും, അതുകൊണ്ട് സ്ത്രീകളെ വിട്ട് നിന്ന് ഭാര്യ ഒഴിവാക്കും. അതുപോലെ തന്നെ ഒരാൾ തീരുമാനിച്ചത് ഞാൻ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ 3 വ്യക്തികളെയും വിളിച്ചിട്ട് ചോദിച്ചു, അൻതുമല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അതെ. നബി അവരോട് പറഞ്ഞ എന്താണ്? ഇന്നമാ അഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലഹു, നിങ്ങളെക്കാളേറെ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ പേടിയുള്ളവനും തഖ്വയുള്ളവനും ഞാനാണ്. അങ്ങനെയുള്ള ഞാൻ എന്നും ഉറങ്ങാതെ നിസ്കരിക്കല്ല, എനിക്ക് എന്നും നോമ്പല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ ഈ ചര്യ ആര് വെറുക്കുന്നുവോ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമസ്കാരല്ലേ, നോമ്പെടുക്കല്ലേ, കല്യാണം പോലും കഴിക്കാതെ ദിക്റും തസ്ബീഹും പള്ളി കൂടല്ലേ, നല്ലതല്ലേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നമ്മുടെ പള്ളി ദർസുകളിലൊക്കെ ഓതുന്ന മിൻഹാജ് എന്ന കിതാബിൽ ഇമാം നവവി ഒളുവിനെ കുറിച്ച് പറയുന്നിടത്ത് ഹദഫ്തു ദുആ അല്ലാഹി ഇദ് ലാ അസ്ല ലഹു, അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ദുആയെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, കാരണം അതിന് അടിസ്ഥാനമില്ല. ഓരോ അവയവം കഴുകുമ്പോഴും നല്ല ദുആ പല കിതാബിലും പറഞ്ഞിട്ടുണ്ട്, കേട്ടാ നല്ല ഭവന്മാറ്റ് ദുആ. പക്ഷെ അത് ഇമാം നവവി ഒഴിവാക്കി. എന്താ കാരണം പറഞ്ഞത്? അതിന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതിന് അടിസ്ഥാനമില്ല. ലാ അസ്ല ലഹു ഫീ കുതുബിൽ ഹദീസ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ബിദ്അത്തായ കാര്യങ്ങൾ, അത് ദിക്റായിരിക്കും, ദുആയായിരിക്കും, ചിലപ്പോൾ സലാത്തായിരിക്കും, പക്ഷെ ഒരിക്കലും തന്നെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ദിക്റോ, അവിടുന്ന് പഠിപ്പിക്കാത്ത ദുആയോ, അവിടുന്ന് പഠിപ്പിക്കാത്ത പ്രത്യേക സമയം വെച്ചുള്ള ഇബാദത്തുകൾ ഒന്നും തന്നെ ഇസ്ലാമിൽ ഉൾപ്പെട്ടതല്ല, അത് ബിദ്അത്താണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ കാര്യത്തിൽ, അതായത് ഇസ്ലാം ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുത് വല്ലതും കൂട്ടിച്ചേർത്താൽ അത് തള്ളിക്കളയേണ്ടതാണ്, അതൊരിക്കലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ഒരു ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടായാൽ മാത്രം മതി എന്നാണ് നമ്മുടെ ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. ആത്മാർത്ഥമായി പടച്ചവന്റെ കൂലി ഉദ്ദേശിച്ചങ്ങനെ ചെയ്താൽ മതി, പോരാ, ഇത്തിബാ വേണം. റസൂലുള്ള പഠിപ്പിച്ച മാതൃക അതിനുണ്ടായിരിക്കണം. മാതൃകയില്ലാതെ ഒരാൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, മാതൃകയില്ലാതെ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല. ഈ മഹത്തായ സംഗതി നമ്മുടെ ആളുകൾ അവഗണിച്ചതാണ്. സുന്നത്തേത് ബിദ്അത്തേത് എന്ന് മനസ്സിലാകാത്ത വിധം സമുദായത്തിൽ കൂടിക്കഴിഞ്ഞു കിടക്കുന്നത്. സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട സുന്നത്തുകൾ മാത്രം എടുക്കുക, സുന്നത്തിന് പകരമായി പിൽക്കാലത്ത് കടത്തിക്കൂട്ടപ്പെട്ട ബിദ്അത്തുകളെ വർജിക്കുക. ഓരോ ഖുതുബയിലും റസൂൽ ഇത് പറയാറുണ്ട്, ഫഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങളാണ്. പുതുതായി കടത്തിക്കൂട്ടപ്പെട്ടതെല്ലാം പുതുനിർമ്മിതങ്ങളാണ്, ബിദ്അത്തുകളാണ്. അതെല്ലാം വഴികേടാണ്, ആ വഴികേട് നരകത്തിലേക്കാണ്. അതുകൊണ്ട് ബിദ്അത്തിനെ പാഠവർജിക്കുക. ദുആയാകട്ടെ ദിക്റാകട്ടെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ അതായിരിക്കും നാം ചെയ്യണം. ഒരു ഉദാഹരണം മാത്രം പറയാം. ഇപ്പൊ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് സുന്നത്താണ്. പക്ഷെ ഒരാൾ പറയാണ് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ 2 സലാത്ത്, പുഴ നീന്തി കിടക്കുമ്പോൾ 5 സലാത്ത്, തെങ്ങുമ്മ കയറുമ്പോൾ 4 സലാത്ത്, ഇങ്ങനെ പ്രത്യേക എണ്ണം പ്രത്യേക സമയത്ത് ഒരാൾ നിശ്ചയിച്ചാൽ അത് ബിദ്അത്തായി. സലാത്ത് സുന്നത്തല്ലേ, സുന്നത്താണ്, പക്ഷെ പ്രത്യേക സമയവും സന്ദർഭവും നിശ്ചയിച്ചാൽ അത് ബിദ്അത്തായി മാറും. അതുകൊണ്ട് ബിദ്അത്തേത് സുന്നത്തേത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. അടുത്ത ചോദ്യം, തറാവീഹ്, ഖുനൂത്ത് പോലുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പൂർവികരായ മദ്ഹബിന്റെ ഇമാമുകൾക്ക് പോലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കെ ഇത്തരം വിഷയങ്ങളിൽ ഒരു ഗണപിടുത്തത്തിന്റെ ആവശ്യമുണ്ടോ? സുഹൃത്തുക്കളെ, പൂർവികരായ പണ്ഡിതന്മാർ അവർ സ്വീകരിച്ച രീതി എന്ത്, അവർ പിന്തുടർന്ന മാർഗമേത്, അത് നാമും പിന്തുടരുക. പക്ഷേ അവർക്ക് പറ്റിയ അബദ്ധങ്ങളെ അങ്ങനെ തന്നെ അനുകൂലിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹി പ്രസ്ഥാനം ദീനും ഇബാദത്തുമായ ഒരു കാര്യം റസൂല് പഠിപ്പിച്ചാൽ അതങ്ങനെ തന്നെ പിന്തുടരണം എന്ന് താല്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇത്തിബാഉർ റസൂൽ, റസൂലിനെ പിൻപറ്റുക എന്നത് സലഫി പ്രസ്ഥാനത്തിന്റെ അടിയാധാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ തറാവീഹ് നമസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റേതായി അറിയപ്പെട്ടത് എന്താണ്? എല്ലാവർക്കും അറിയാം, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അതൻ. അല്ലാഹുവിന്റെ റസൂൽ 11 റക്അത്തിലധികം റമളാനിലോ അല്ലാത്ത കാലത്തോ വർദ്ധിപ്പിച്ചിരുന്നില്ല. ഈ ഹദീസാണ് യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി
സ്വലാത്തു തറാവീഹ് എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ 23 പല ഹദീസുകളും പല റിപ്പോർട്ടുകളും ഉണ്ടെങ്കിലും ഇമാം ബുഖാരി അത് ഉദ്ധരിച്ചിട്ടില്ല. ഉദ്ധരിച്ച പണ്ഡിതന്മാർ കൊണ്ടുവന്ന സനദുകളൊന്നും പ്രബലങ്ങളുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അവിടുത്തെ സ്വഹാബികളാകട്ടെ അവരാരും തന്നെ 23 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചത് സ്വഹീഹായ ഒറ്റ ഹദീസ് കൊണ്ടും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം ഹദീസിൽ സ്ഥിരപ്പെട്ടത് സ്വീകരിക്കുക, ഹദീസിലില്ലാത്ത, റസൂല് പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടില്ലാത്ത എന്തെങ്കിലും ആരാധനയോ പുണ്യകർമ്മങ്ങളോ പിൽക്കാലത്ത് ആരൊക്കെ അഭിപ്രായപ്പെട്ടാലും ആ അഭിപ്രായത്തിന് എത്ര ആളുടെ പിൻബലമുണ്ടായാലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. പൂർവകാല പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളെ കുറിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ഇമാമിന് കിട്ടിയ ഹദീസ് മറ്റേ ഇമാമിന് കിട്ടിയിട്ടുണ്ടാവില്ല. രണ്ടു കൂട്ടർക്കും ഹദീസ് കിട്ടിയിരിക്കാം, പക്ഷെ അതിന്റെ ബലാബലത്തെ സംബന്ധിച്ച് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഇനി രണ്ടുപേർക്കും സഹിയാണെന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ അതിന്റെ വ്യാഖ്യാനം സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഇങ്ങനെയുള്ള പല കാരണങ്ങളാലും പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അതുകൊണ്ട് ഏത് പണ്ഡിതൻ പറഞ്ഞാലും ഖുർആനിനോടും ഹദീസിനോടും യോജിച്ചതേതോ അത് സ്വീകരിക്കുക. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെയും ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാമിൻ അഹദിൻ ഇല്ലാ വഹുവ മഖ്ബൂലുൻ അലൈഹി വമർദൂദുൻ അലൈഹി ഇല്ലാ സാഹിബ ഹാദൽ ഖബർ. ഏതൊരാളുടെ വാക്കിനും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, ഈ റസൂലുള്ളാഹി ഒഴികെ എന്ന് റസൂലുള്ളാഹിന്റെ ഖബറിനെ ചൂണ്ടിക്കൊണ്ട് ഇമാം മാലിക് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. പൂർവകാല പണ്ഡിതന്മാരോടൊക്കെയും ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇതാണ്. പിന്നെ ഇപ്പൊ ചില ആളുകള് മുമ്പ് കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ തറാവീഹിന്റെ കാര്യത്തിൽ ഒരു തർക്കമേ ഇല്ല. പക്ഷെ ഇപ്പൊ ചില ആളുകൾക്കൊരു വസ്വാസ്, എന്താ ഇപ്പൊ തറാവീഹ് 11-ലധികം നിസ്കരിച്ചാല് അതും അത്ര വാശി പിടിക്കേണ്ടതുണ്ടോ? ആ ശൈഖിന്റെ അഭിപ്രായമല്ലേ, ഈ ശൈഖിന്റെ അഭിപ്രായമല്ലേ? അങ്ങനെ പലർക്കും അഭിപ്രായം ഉണ്ടാകാം. പക്ഷെ നാം പിൻപറ്റുന്നത് യഥാർത്ഥത്തിൽ തെളിവിനെയാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഉമറിന്റെ കാലത്ത് 23 നിസ്കരിച്ചുകൊണ്ട് അത്രയും ആകാം, അതാണ് ഉത്തമം. എന്നാൽ പിൽക്കാലത്ത് മദീനയിൽ പിൽക്കാലത്ത് 36 നിസ്കരിച്ചു, അത്രയും ആവാം എന്ന് മാത്രമല്ല ഇത്രയേ പാടുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് വളരെ പച്ച നുണ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പണ്ഡിതന്മാർ മുൻകാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി 1974 തന്നെ പുറത്തിറക്കിയ സ്വലാത്തു തറാവീഹ് എന്ന ഗ്രന്ഥത്തിൽ 11-ലധികം നമസ്കരിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അറബ് ലോകത്തെ ചില പണ്ഡിതന്മാർക്ക് 11-ലധികമാകാമെന്ന അഭിപ്രായമുണ്ട്. എന്നാൽ അങ്ങനെ പാടില്ല, സുന്നത്ത് തന്നെ മുറുകെ പിടിക്കണമെന്ന അഭിപ്രായമുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഷെയ്ഖ് അൽബാനിയെ പോലെ അറബ് ലോകത്ത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് നമ്മുടെ തറാവീഹിന്റെ റക്അത്തുകളെ സംബന്ധിച്ചുള്ള നിലപാട് മാറ്റണം എന്ന് ചില ആളുകൾ പറയുന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. നമുക്ക് തെളിവുണ്ടോ, നമുക്ക് മാറ്റാം. തെളിവില്ലാത്തതിൽ നമ്മൾ ഒരിക്കലും തന്നെ ആരെയും അന്ധമായി അനുകരിക്കേണ്ട ആവശ്യം ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെ അഭിപ്രായമല്ലേ, ഇവർക്ക് ഇങ്ങനെ അഭിപ്രായമില്ലേ എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. സാധാരണയായി ഇപ്പോൾ ഉന്നയിക്കപ്പെടാറുള്ളത് സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം ഈ രണ്ടാണ്. ഫൈദാ ഖശ്യ അഹദുകുമുസ് സുബ്ഹ ഫഔതിർ, നിനക്ക് നിങ്ങളിൽ ഒരാൾക്ക് സുബഹയാകുമെന്ന് കണ്ടാൽ അയാൾ വിത്റാക്കട്ടെ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ രാത്രി നിസ്കാരം ഈ രണ്ടാണെന്നല്ലേ പറഞ്ഞത്, ഈ രണ്ടായി എത്രയും നമസ്കരിക്കാം എന്ന് വാദിച്ചു. പക്ഷെ അത് പറഞ്ഞ റസൂൽ നമുക്ക് 11-ലധികം നമസ്കരിച്ച് കാണിച്ചു തന്നിട്ടില്ല. ഇവര് പറഞ്ഞതുപോലെയാണ് ഹദീസ് കൊണ്ട് റസൂൽ ഉദ്ദേശിച്ചതെങ്കിൽ ഒരിക്കൽ 17, ഒരിക്കൽ 15, ഒരിക്കൽ 19, ഒരിക്കൽ 21 ഇങ്ങനെ വർദ്ധിച്ച റക്അത്തുകൾ വ്യത്യസ്ത എണ്ണങ്ങൾ നമസ്കരിച്ച് അവിടുന്ന് ബാധ്യത കാണിക്കുമായിരുന്നു. അവിടുന്ന് കാണിച്ചില്ലെന്ന് മാത്രമല്ല, ഈ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബികൾ അവരാരും തന്നെ ഈ ഹദീസിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കിയെന്ന് അവരെ ചരിത്രം നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. കാരണം എന്താ, അവരാരും 11-ലധികം നമസ്കരിച്ചിട്ടില്ല. 11-ൽ കുറവ് 9, 7, 5, 3 നമസ്കരിച്ചത് റസൂലുള്ളാഹിന്റെ ഹദീസിൽ നമുക്ക് കാണാം. പക്ഷേ റസൂലോ സഹാബികളോ 11-ലധികം നമസ്കരിച്ച ഒരൊറ്റ സഹീഹായ ഹദീസും ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകപ്പാട് ഈ ഹദീസിന് ഇങ്ങനെയും ഒരു വ്യാഖ്യാനം ആയിക്കൂടെ എന്ന് ചില ആളുകൾ ചോദിച്ചതാണ്. ഏത് ശൈഖിന് അഭിപ്രായം ഉണ്ടായാലും, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് അഭിപ്രായമുണ്ട്, ഒരുപക്ഷെ ഇമാം ഷാഫിക്ക് അഭിപ്രായമുണ്ടാകും. പക്ഷെ നമ്മൾ വ്യക്തിയല്ല നോക്കുന്നത്, തെളിവിനെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ തറാവീഹിന്റെ വിഷയത്തിലും ഖുനൂത്തിന്റെ വിഷയത്തിലുമൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം തുടരുന്ന നിലപാട് സുന്നത്തിനെ പിൻപറ്റുക എന്നതാണ്. സുന്നത്തിൽ സ്ഥിരപ്പെട്ടത്, അതിന്റെ കൂടെ എത്ര ആളുണ്ട് എന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പ്രശ്നമേ അല്ല. സ്ത്രീകൾ ഇനിയും ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ളവർ ഉടനെ ഭക്ഷണ ഹാളിലേക്ക് പോകുന്നതാണ്.
അടുത്ത ചോദ്യം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്നുണ്ടായ കുഴപ്പങ്ങൾക്ക് കാരണം ആശയപരമാണെന്നും അല്ല അധികാരപരമാണെന്നും പറഞ്ഞു കേൾക്കുന്നു. നിജസ്ഥിതി വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിർഭാഗ്യകരമായ ഒരു പ്രതിസന്ധി അടുത്ത കാലത്തുണ്ടായ സന്ദർഭത്തിൽ ഇതിന്റെ പിന്നിൽ സംഘടനാപരമായ അധികാരത്തിൻ്റെതായ സാമ്പത്തികത്തിൻ്റെതായ കാരണങ്ങളാണ് ഉള്ളത് എന്ന് പ്രചരിപ്പിക്കുവാൻ ശക്തമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ആദർശപരമായ വിഷയങ്ങളാണോ എന്നതിന് ഇന്ന് കേരളത്തിലെ മുജാഹിദുകൾക്ക് മാത്രമല്ല, മുജാഹിദുകളെ ആശയപരമായി എതിർക്കുന്നവർക്ക് പോലും സംശയമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ സംഘടനക്കുള്ളിൽ വ്യക്തികൾക്കും അതേപോലെ തന്നെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയുമൊക്കെ വ്യാപകമായി വന്നു തുടങ്ങിയപ്പോൾ കേരള ജമിയത്തുൽ ഉലമക്ക് മുമ്പിൽ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഇരു ഭാഗത്തു നിന്നും 2 വീതം പ്രബന്ധങ്ങൾ, ആകെ 4 പ്രബന്ധങ്ങൾ, 4 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന പരസ്പരമുള്ള സംവാദം. ഈ പ്രബന്ധങ്ങളിലും സംവാദത്തിലുമൊന്നും സാമ്പത്തിക പ്രശ്നമല്ല ഉദ്ധരിച്ചിട്ടുള്ളത്, മറിച്ച് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതിനുശേഷം കേരള ജമിയത്തുൽ ഉലമയുടെ 21 അംഗങ്ങളും ഒന്നിച്ചു പങ്കെടുത്ത 2001 ജൂൺ 4-ാം തീയതി നടന്ന കേരള ജമിയത്തുൽ ഉലമയുടെ സമ്പൂർണ്ണ നിർവാഹക സമിതി യോഗം ആശയപരമായ കൃത്യമായ വ്യതിയാനങ്ങൾ നമ്മളുടെ സംഘടനക്കുള്ളിൽ സംഭവിച്ചുവെന്നും അത് ഇന്നതൊക്കെയാണെന്നും അത് തിരുത്തേണ്ടതാണ് എന്ന് കണ്ടെത്തുകയും ബന്ധപ്പെട്ട വ്യക്തികൾ തങ്ങളത് തിരുത്തിക്കൊള്ളാം എന്ന് സമ്മതിച്ച് ഒപ്പുവെക്കുകയും കരടിൽ ഒപ്പുവെച്ചതിന് ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം യഥാർത്ഥ കോപ്പിയിൽ ഒപ്പുവെച്ച് മാത്രമല്ല കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രവർത്തക സമിതി തീരുമാനപ്രകാരം കേരളത്തിലെ മുഴുവൻ KNM യൂണിറ്റുകൾക്കും അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിന് ശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? എല്ലാവരും ഐകകണ്ഠേന അംഗീകരിച്ച് ഒപ്പുവെച്ച ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം, ആ തീരുമാനത്തെ ഖണ്ഡിച്ചുകൊണ്ട് സ്വാഭാവികമായും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കാമെങ്കിൽ അഡ്രസ് വെച്ചുകൊണ്ട് തന്നെ അത് പറയാം. എന്നാൽ നമുക്ക് കാണാൻ സാധിച്ചത് വെറും 22 പേജ് മാത്രമുള്ള കേരള ജമിയത്തുൽ ഉലമയുടെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള തീരുമാനത്തെ 180 പേജുള്ള ആശയ വ്യതിയാന ഖുർആൻ ഹദീസ് വിരുദ്ധ പുസ്തകത്തിലൂടെ ഖണ്ഡിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനങ്ങൾ പരിശോധിക്കുക. ആ തീരുമാനങ്ങൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ആണ് ഈ പുസ്തകത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് നമുക്ക് ഉദാഹരണമായി എടുക്കാവുന്നത് തൗഹീദ് തന്നെ. തൗഹീദല്ല ഈമാൻ എന്ന് പറയുന്ന ഭാഗം, കൂലം കുത്തി ഒഴുകുന്ന തിന്മകൾ ഇവിടെ നടനാടുന്ന സന്ദർഭത്തിൽ അവിടെ പ്രബോധനത്തിന് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ ബന്ധപ്പെട്ട വ്യക്തികളെ നമ്മുടെ പണ്ഡിതന്മാർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുകയും തങ്ങളത് തിരുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഒപ്പുവെക്കുകയും ചെയ്തു. അതേ സന്ദർഭത്തിൽ നടപടിയെടുക്കുവാൻ മുഖ്യ കാരണമായി തീർന്ന ആശയ വ്യതിയാന പുസ്തകത്തിൽ വീണ്ടും ഇതിനെ ന്യായീകരിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ കൂലം കുത്തിയൊഴുകുന്ന തിന്മകൾ നടമാടുന്ന സന്ദർഭത്തിൽ തൗഹീദിന്റെ വിഷയത്തിൽ പ്രാധാന്യം കുറഞ്ഞു കാണണമെന്ന് പറയുമ്പോൾ ഈ വ്യതിയാനം കടന്നു വരുന്ന ഇത് തൗഹീദിന്റെ വിഷയത്തിലാണെന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും. അതേപോലെ തന്നെ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് തറാവീഹിന്റെ വിഷയത്തിൽ, കുനൂത്തിന്റെ വിഷയത്തിൽ ദീർഘമായ ചർച്ചകൾ നടത്തുകയും ഹദീസ് കൊണ്ട് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് വരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾക്ക് എതിരായ ഏതെങ്കിലും ഒരു കാര്യം തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് കുനൂത്ത് ബിദ്അത്താകുന്നു എന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. അതേപോലെ തന്നെ തറാവീഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറ്റിപ്പോയ തെറ്റ് അത് തിരുത്തുന്നുവെന്നും ഇനി ആരും ന്യായീകരിക്കേണ്ടതില്ലെന്നും കൃത്യമായി പറഞ്ഞതാണ്. എന്നാൽ ആശയവ്യതിയാന പുസ്തകം എടുത്ത് പരിശോധിച്ചു നോക്കുക. ആ പുസ്തകത്തിന്റെ 63 മുതൽ 70 വരെ പേജുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും വീണ്ടും നേരത്തെ എഴുതിയതിനെ തന്നെ ന്യായീകരിക്കുന്നത്. അപ്പോൾ
ആദർശ വ്യതിയാനം എവിടെ, ഒരു ഉദാഹരണം പറയാമോ എന്ന് പരിശോധിക്കുവാനും പഠിക്കുവാനും ശ്രമിക്കുന്ന ആളുകൾക്ക് 2002 ആഗസ്റ്റ് 16 ഷബാബിന്റെ 8ാമത്തെ പേജിൽ ഈ വിവാദമായിട്ടുള്ള ആശയ വ്യതിയാന പുസ്തകം ഇറങ്ങിയത് 2001 ജൂൺ 4 ശേഷമാണ് എന്ന് കൃത്യമായി സമ്മതിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ അത് എവിടെ നിന്നിറങ്ങി, ആരൊക്കെ വിതരണം ചെയ്തു എന്നത് ഒരു തെളിവെടുപ്പിന്റെ ആവശ്യമില്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ള ഇസ്ലാഹി കേരളത്തിലെ ഓരോ പ്രദേശത്തുകാർക്കും അറിയാം ഈ ഖുർആൻ ഹദീസ് വിരുദ്ധ പുസ്തകം ആരാണ് വിതരണം ചെയ്തത് എന്നുള്ള കാര്യം. അതിൽ ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിനെ ഓരോന്നിനെയും ഖണ്ഡിക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നതിന് പറഞ്ഞിട്ടുള്ള അർത്ഥം സ്വഹീഹായ ഹദീസിന് എതിരായതുകൊണ്ട് അത് തിരുത്തേണ്ടതാണ് എന്ന് തീരുമാനിച്ചതിന്റെ ഈ പുസ്തകത്തിന്റെ 149ാമത്തെ പേജിൽ വീണ്ടും ന്യായീകരിക്കുന്നു. ഒന്നാമത്തെ തീരുമാനമായ മനഹജുമായി ബന്ധപ്പെട്ട വിഷയം വളരെ കൃത്യമായി തീരുമാനിച്ചു. ആ വിഷയം കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ പോലും പറഞ്ഞതാണ്. എന്നാൽ ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് യോഗം അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനനായ CP ഉമർ സുല്ലമി അടക്കമുള്ള 21 ആളുകളും ഒപ്പിട്ടുവെങ്കിലും ഈ ആശയവ്യതിയാന പുസ്തകത്തിൽ 81 അതിന്റെ പേജുകളിൽ ഓരോന്നും പേജുകൾ എടുത്തു പറയുന്നില്ല. പേജുകളിൽ എന്തു മനഹജ്, ഏതു മനഹജ്, ഇത് ആഗോള ഗൂഢാലോചനയാണ്, ഗൾഫ് ഇറക്കുമതിയാണ്, 5ാം മദ്ഹബാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പരിഹസിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ഈ വിഷയം എന്താണ് എന്ന് ഔദ്യോഗികമായി വളരെ കൃത്യമായി പ്രസിദ്ധീകരിച്ച കാര്യമാണ്. 2002 ആഗസ്റ്റ് 16 ഷബാബ്, ആ ഷബാബിന്റെ 9ാമത്തെ പേജിൽ ആ കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള 2 ചിന്താധാരകൾ തമ്മിലാണ് ഇതുവരെ ആശയ സമരം നടന്നു വന്നിരുന്നത്. അപ്പോൾ ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് ആധികാരികമായി ഇപ്പോഴും തങ്ങളുടെ പിടിയിൽ പിടിച്ചമർത്തി വച്ചിരിക്കുന്ന ഷബാബിന്റെ വരികളിലൂടെ മുഴുവൻ ആളുകളെയും ഔദ്യോഗികമായി അറിയിക്കുകയാണ്. 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരം. എന്താണ് ചിന്താധാരകൾ എന്നും വിശദീകരിക്കുന്നു. ഇസ്ലാമിനെയും അതിന്റെ മൂലതത്വമായ ഏകദൈവ വിശ്വാസത്തെയും കേവലം ആചാരങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുകയും വിശ്വാസത്തിന്റെ താല്പര്യങ്ങളായ വിശുദ്ധ പൊതുജീവിതം, അധാർമികൾക്കും അനീതികൾക്കുമെതിരെയുള്ള പോരാട്ടം തുടങ്ങിയ കാര്യങ്ങളെ അപ്രധാനമായി കാണാനുള്ള ഒരു വിഭാഗത്തിന്റെ സങ്കുച നിലപാടിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടരുന്നത്. അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പുറമെ സംഘടനാപരമായ നിരവധി പ്രശ്നങ്ങളും സംഘടനക്കകത്ത് പുകയുന്നുണ്ടായിരുന്നു. അപ്പോൾ സംഘടനയിൽ നിന്ന് ബോധപൂർവം ആശയപരമായ അബദ്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു പുറത്തുപോയവർ കൃത്യമായ സമയം വന്നപ്പോൾ ഈ സംഘടന പുലർത്താൻ ശ്രമിച്ചു പുറത്തുപോയപ്പോൾ ആശയപരമായ പ്രശ്നമാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഖത്തറിൽ വെച്ച് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ, പെനിൻസുല പത്രത്തിന് കൊടുത്തുള്ള ഇന്റർവ്യൂവിൽ ഈ നവംബർ മാസത്തിൽ ഐഡിയോളജിക്കൽ തന്നെയാണ് പ്രശ്നം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അടുത്ത് നടന്ന വിഘടിത സമ്മേളനത്തിന്റെ പത്രസമ്മേളനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അവിടെയും പറഞ്ഞു 3 വർഷമായുള്ള ആദർശപരമായ വിഷയങ്ങളാണ് സംഘടനയിലുള്ളത് എന്ന് അവിടെയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശയപരമായ ഒരു വിഷയമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല ഈ പ്രസ്താവന വന്നതിന് തൊട്ടുശേഷം തന്നെ 2001 ആഗസ്റ്റ് 16 പ്രബോധനം വാരിക ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്. ISM-ന് ബൗദ്ധിക നേതൃത്വം നൽകുന്ന സലഫി പണ്ഡിതന്മാർക്കെങ്കിലും ശുഷ്കവും സങ്കുചിതവുമായ ഒരു തൗഹീദിന്റെ ഭൂമികയിൽ നിന്ന് മോചനം ലഭിക്കുന്നുവെങ്കിൽ അതാണ് നയവ്യതിയാന ചർച്ചയുടെ ബാക്കി പത്രം. 2 കൈകളും നീട്ടിക്കൊണ്ട് തങ്ങൾ ഇതേവരെ പറഞ്ഞ കാര്യം ISM-ന് ബൗദ്ധിക നേതൃത്വം നൽകിയ ഏതാനും സലഫി പണ്ഡിതന്മാർക്കെങ്കിലും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി കൃത്യമായത് പറഞ്ഞു. അവർക്ക് മനസ്സിലായി ഇപ്പോൾ നിലവിലുള്ള ഒരു ആശയത്തിൽ നിന്ന് മറ്റൊരാശയത്തിലേക്കുള്ള വ്യതിയാനമാണ് സംഭവിച്ചത് എന്ന് മുജാഹിദുകൾക്കല്ല, മുജാഹിദുകളെ ആശയപരമായി എതിർക്കുന്നവർക്ക് മനസ്സിലായി. മാത്രവുമല്ല ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അതേപോലെ തന്നെ ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി എന്നതിന്റെ അർത്ഥം അത് തെറ്റായതുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമ തിരുത്തിയെങ്കിലും വീണ്ടും ഈ ഖുർആൻ ഹദീസ് വിരുദ്ധ കൃതിയിൽ ന്യായീകരിച്ചു. ആ ന്യായീകരിച്ചതിനെ പരാമർശിച്ചുകൊണ്ട് ചേകനൂരിന്റെ അവർ നടത്തുന്ന ഖുർആൻ ദർശനം എന്ന പ്രസിദ്ധീകരണത്തിൽ 2002 സെപ്റ്റംബർ മാസത്തിൽ
പേജ് 25, 26 തീയതികളിൽ 25, 26 പേജുകളിൽ പറയുന്നു, ചേകനൂർ മൗലവി പണ്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി എന്നതിന് അർത്ഥം പറഞ്ഞപ്പോൾ സ്വീകരിക്കാത്തവരിൽ നിന്ന് ഏതാനും ആളുകളെങ്കിലും ചേകനൂർ പറഞ്ഞ അർത്ഥത്തിലേക്ക് വരുന്നുവെങ്കിൽ അത് സന്തോഷവാഹമാണ് എന്ന് മാത്രമല്ല, ഏറെ വൈകാതെ മറ്റു കാര്യങ്ങളിലും ഇവർ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രവുമല്ല, സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ചെറുശ്ശേരി സൈന്തി മുസ്ലിയാർ പറഞ്ഞു, മുജാഹിദുകളിൽ ഒരു ഘടകം ആഗോള സലഫികളെ പിന്തുണരുന്ന സന്തോഷം, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ, വിശ്വാസപരമായ വിഷയങ്ങളിൽ കർക്കശ സ്വഭാവം ഒഴിവാക്കുന്നത് സ്വാഗതാർഹമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ വിവിധങ്ങളായ സംഘടനകൾ. മാത്രവുമല്ല, ഇവിടെ വിഘടിത നേതാവ് നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അൽ-ഇർഫാദ് മാസിക 2002 സെപ്റ്റംബർ മാസം ആ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി പറഞ്ഞു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കൊലവിളിയും അതേപോലെ തന്നെ തെറിവിളിയും ഇതൊന്നുമല്ല, ഇതൊക്കെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്നേ അവരെ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് കൃത്യമായി അദ്ദേഹം അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് തിരുത്താനുള്ള ഒരു ശ്രമം ശബാബിൽ നടത്തിയപ്പോൾ അത് വീണ്ടും വ്രണമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹം ഇതിൽ പറയുന്നത് എന്താണ്? എന്നോട് ഒരു സുന്നി പള്ളിക്ക് വേണ്ടി, കലശന് വേണ്ടി കത്ത് ചോദിച്ചു, ഞാൻ ആ കത്ത് കൊടുത്തു, അതിനെന്താണ് കുഴപ്പം? ആലോചിച്ചു നോക്കൂ. ഒരു പ്രദേശത്ത് മുജാഹിദ് പള്ളിയുള്ള ഒരു പ്രദേശത്ത്, ആ പ്രദേശത്ത് ഒരു സുന്നി പള്ളി ഉണ്ടാക്കാൻ, സമസ്തയുടെ ഒരു പള്ളി ഉണ്ടാക്കാൻ, തറാവിഹിന്റെ റകഅത്തിന്റെ വിഷയത്തിൽ ബിദ്അത്ത് സ്വീകരിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കാൻ, കുനൂത്ത് ഓതുന്ന ഒരു പള്ളി ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ റമദാൻ മാസം കടന്നു വന്ന് പകുതിയാകുമ്പോഴേക്കും ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, പടച്ചതമ്പുരാന്റെ പള്ളിയിൽ വെച്ച് പടച്ചതമ്പുരാനല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ആലയം ഉണ്ടാക്കാൻ ഒരു കത്തനോട് ചോദിച്ചു. ഞാൻ കത്ത് കൊടുത്തു, അതിനെന്താണ് കുഴപ്പം? അത് തന്നെയാണ് കുഴപ്പം. അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയപരമായി എതിർക്കുന്നവർക്ക് പോലും ആ കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി അതിലൊരു സംശയത്തിന് യാതൊരു അവകാശവുമില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. സഹോദരന്മാരെ, ചോദ്യോത്തര സെഷൻ അവസാനിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി ലോകത്ത് വിവിധ ഭാഗങ്ങളിലായി നമ്മുടെ ഈ സമ്മേളനം ഇന്റർനെറ്റിലൂടെ ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആളുകൾ ഓൺലൈനിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ അയച്ചതായി കാണുന്നു. അതിനു പുറമെ ഇവിടെയും ഒട്ടനവധി ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഈ അവസരത്തിൽ മറുപടി പറയാൻ അവസരമില്ലാത്തത് കൊണ്ട് താൽക്കാലികമായി ഒരൊറ്റ ചോദ്യം കൂടി വായിച്ചതിനു ശേഷം താൽക്കാലികമായി ചോദ്യോത്തര സെഷൻ ഇവിടെ അവസാനിക്കുന്നതാണ്. ജിദ്ദയിൽ നിന്ന് ഒരു സുഹൃത്തിന്റെ ചോദ്യം ഓൺലൈനിലൂടെ വന്നൊരു ചോദ്യമാണ്. 20,000-ഓളം വരുന്ന യുവ മുജാഹിദുകളെ സംഘടനയിൽ നിന്ന് പിരിച്ചുവിട്ട KNM നേതൃത്വമല്ലേ സംഘടനയിലെ പുതിയ ചേരിതിരിവിന് ഉത്തരവാദികൾ? അസ്സലാമു അലൈക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് ഇപ്പോഴുണ്ടായിട്ടുള്ള ചേരിതിരിവിന്റെ മുഖ്യ കാരണം 20,000-ഓളം വരുന്ന ISMന്റെ പ്രവർത്തകരെ പിരിച്ചുവിട്ടതുകൊണ്ടല്ലേ എന്നാണ് ചോദ്യം. ഒന്ന്, ആ ചോദ്യം തീർത്തും തെറ്റിദ്ധാരണാജനകമാണ്. 20,000-ഓളം ISMന്റെ പ്രവർത്തകരെ പിരിച്ചുവിട്ടിട്ടില്ല. ആശയ വ്യതിയാന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി അഡ്രസ് പോലും വ്യക്തമാക്കാതെ ഖുർആൻ ഹദീസ് വിരുദ്ധ പുസ്തകം ഇറക്കി എന്ന് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിലൂടെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ള, മാത്രവുമല്ല ആ വിഷയങ്ങൾ ചെയ്തത് അവരാണ്, ഒന്നുകിൽ മാപ്പ് പറയണം അല്ലെങ്കിൽ ആ കാര്യം വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഷോക്കോസ് നോട്ടീസ് നൽകി. ആ ഷോക്കോസ് നോട്ടീസിന് ധിക്കാരപരമായ മറുപടി നൽകി. അതിനുശേഷമാണ് 35 പ്രവർത്തകർക്കെതിരെ കേരള നദ്വത്തുൽ മുജാഹിദീൻ നടപടിയെടുത്തിട്ടുള്ളത്. പ്രവർത്തക സമിതിയിൽ 23 അംഗങ്ങൾ അതിനെ അനുകൂലിക്കുകയും 9 ആളുകൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു, അവരോട് അന്വേഷിച്ചു, അവരുടെ വിശദീകരണം രേഖാമൂലം തന്നെ വാങ്ങി, അതിനുശേഷമാണ് നടപടിയെടുത്തിട്ടുള്ളത്.
യഥാർത്ഥത്തിൽ ഈ നടപടിക്ക് പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിന്റെ 17ാമത്തെ നമ്പർ നമ്മൾ എല്ലാവരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. അവിടെ പറയുന്നത്, ഇടക്കാലത്ത് നമ്മുടെ സംഘടനയിൽ രൂപം കൊണ്ട വളണ്ടിയർ കോർ എന്ന രഹസ്യ വിങ് ആദർശ തലത്തിലും സംഘടനാ തലത്തിലും നാളിതുവരെ നാം പുലർത്തിപ്പോന്ന സുതാര്യതക്കും നയനിലപാടുകൾക്കും ഘടകവിരുദ്ധമാണ് എന്നാണ് വാദം. എന്താണ് അതിന്റെ പ്രതികരണവും തീരുമാനവും? ഈ കാര്യം യോഗം അംഗീകരിക്കുകയും ഇത്തരം രഹസ്യ സംഘടനകളെല്ലാം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ വളണ്ടിയർ കോർ എന്ന വിങ് ആദർശ തലത്തിലും സംഘടനാ തലത്തിലും അപകടമാണ് എന്ന് കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ഇരുഭാഗത്തുമുള്ള 21 പണ്ഡിതന്മാരും അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ വ്യക്തമാക്കാതെ സ്വദേശത്തോടുകൂടി എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കളെ സംഘടിപ്പിക്കുകയും തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി ആദർശ വിരുദ്ധ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം നേതൃത്വത്തെ പോലും മറച്ചു വെച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി അത് ഗൂഢപ്രവർത്തനമായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് സ്വകാര്യമായ രജിസ്ട്രേഷൻ. ISMന്റെ പ്രവർത്തക സമിതിയോ കൗൺസിലോ ഒന്നും അറിയാതെ ഏതാനും വ്യക്തികൾ അതിനെ സ്വകാര്യമായി രജിസ്റ്റർ ചെയ്തു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നടപടി എടുക്കുന്നതിന് മുമ്പ് മാത്രമല്ല, നടപടി വന്ന സന്ദർഭത്തിൽ ഇവർ പ്രതികരിച്ചത് അച്ചടക്ക നടപടി അനീതി എന്നാണ്. ISM പ്രവർത്തകരെ പിരിച്ചുവിട്ടത് അനീതി എന്നല്ല. പിന്നീടുള്ള പ്രസ്താവന അച്ചടക്ക നടപടി ബാധകമല്ല എന്നാണ്. അച്ചടക്ക നടപടി ബാധകമല്ല എന്ന് പ്രഖ്യാപിക്കുന്നവർ എന്തിനാണ് അച്ചടക്ക നടപടി എടുത്തതാണ് ഈ വിഷയങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത്? അപ്പോൾ വളരെ ഗൂഢമായി മറ്റൊരാദർശവുമായി മുന്നോട്ടു പോകുന്ന ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളുമായി പോകവേ ഈ സംഘടനയെ യുവഘടകത്തെ സ്വതന്ത്രമാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അച്ചടക്ക നടപടി എന്നത് ഏറ്റവും അവസാനമായി ഒരു സംഘടന നിർവഹിക്കേണ്ട ധർമ്മം എന്ന നിലക്ക് നടപടി മാത്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊള്ളുന്നു.